വേഷം മാറിയ വേദനയാണ് മക്കളുടെ ചില ദേഷ്യങ്ങളെന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നത്. കൂട്ടുകാർ അകറ്റി നിർത്തിയതിന്റെ നിരാശയാകാം, സ്കൂളിൽ നേരിട്ട പരിഹാസങ്ങളുടെ മുറിവാകാം, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് തോന്നലുണ്ടാക്കുന്ന ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആകാം. ചിലപ്പോഴത് അവൻ്റെ ഒറ്റപ്പെടലായി പോകാം, അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന അവസ്ഥകളെക്കുറിച്ച് എൻ്റെ വീട്ടിൽ പോലും ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് അവൻ്റെ ഒരു നൊമ്പരമാകും. അപ്പാ എനിക്ക് സങ്കടമുണ്ട്, അമ്മേ ഞാൻ ഒറ്റപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നു, എനിക്ക് പേടിയാകുന്നു, ഞാൻ തനിച്ചാണ് എന്നൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള വാക്കുകളൊന്നും അവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് ആ നിമിഷത്തിൽ അവർക്കറിയാവുന്ന ഒരേ ഒരു ഭാഷയിൽ അവർ സംസാരിക്കുന്നു. അസ്വസ്ഥരാകുന്നു, അല്ലറി വിളിക്കുന്നു, എതിർത്ത് സംസാരിക്കുന്നു, അവർ കോപമുള്ളവരാകുന്നു. പക്ഷെ എല്ലാ കോപത്തിനും ഒരേ അർത്ഥമാണെന്ന ധാരണയാണ് നമ്മൾ ഈ മാതാപിതാക്കന്മാരുടെ ഏറ്റവും വലിയ തെറ്റ്. അതിനൊരിക്കലും ഒരേ അർത്ഥമല്ല ഉള്ളൂ. ഫോൺ മാറ്റിവെക്കാൻ പറയുമ്പോൾ, ഗെയിം കളി നിർത്താൻ പറയുമ്പോൾ, പഠിക്കാൻ പറയുമ്പോൾ ഒക്കെ അവർക്ക് ദേഷ്യം വന്നേക്കാം. അതിരുകൾ നിശ്ചയിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിരാശയിൽ നിന്ന് ആ കോപം ജനിക്കുന്നു. അവിടെ കർശനമായ ഉറച്ച നിലപാടുകൾ തന്നെയാണ് വേണ്ടത്, ഒരു സംശയമില്ല. എന്നാൽ മറ്റൊരു തരം കോപമാണ് ചേർത്ത് പിടിക്കലായി കീഴുന്നു. എന്നെ ഒന്ന് ശ്രദ്ധിക്കുക, എന്നെ ഒന്ന് മനസ്സിലാക്കുക, എന്ത് പറ്റിയെന്നറിയാതെ എന്നെ കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ കെഞ്ചി പറയുന്ന കോപം. ഇതിന് രണ്ടിലും ഇടയിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നതിന്റെ പേരാ വിവേകപൂർണമായ പേരന്റിംഗ് എന്നൊക്കെ പറയുന്നത്. കാരണം മുറിവേറ്റ കുഞ്ഞുങ്ങളെ അനുസരണയില്ലാത്തവരായി മാത്രം കണ്ട് നാം അവരുടെ പെരുമാറ്റത്തെ തിരുത്തുമ്പോൾ നാം കാണാതെ പോകുന്നത് അവരുടെ തകർന്ന ഹൃദയത്തെയാണ്. ചിലപ്പോ നീ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഇനി ഒന്ന് ചോദിച്ചു നോക്ക്, നിനക്ക് എന്താ പറ്റിയേ?